കാണിച്ചു കൊടുത്തു, വലിയൊരു കൂന കാണിച്ചു കൊടുത്തു. ഞങ്ങളുണ്ടല്ലോ വേനൽക്കാലത്ത് ആഹാരമൊക്കെ കൂട്ടി വയ്ക്കുകയാണ്. എന്തിനു വേണ്ടി? മഴക്കാലത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് അങ്ങനെ എടുത്തു വെക്കുന്ന വല്ല സംസ്കാരമുണ്ടോ? ഉടനെ ആന പറഞ്ഞു, ഞങ്ങളൊന്നും എടുത്തു വെക്കുന്നവരല്ല, ഞങ്ങളൊക്കെ കൊടുക്കുന്നവരാണ്. ഉറുമ്പ് പറഞ്ഞു, പൂ, നീ എന്ത് കൊടുത്തു എന്ന്. ഉടനെ ആന പറഞ്ഞു, നിനക്കത് വിശ്വാസം വരുന്നില്ലേ, എൻ്റെ കൂടെ വാ. അങ്ങനെ ആനയും ഉറുമ്പും കൂടെ നടന്ന് ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് എത്തിയെന്നാണ്. അവിടെ എത്തുമ്പോൾ ഒരു അനൗൺസ്മെൻറ്റ് കേൾക്കുകയാണ്. എന്താണ്? യാത്രിക കൃപയാ ധ്യാൻ ദീജിയെ, ന്യൂദില്ലി ജാനേ രാജധാനി എക്സ്പ്രസ് ആനേക്ക സംഭാവന എന്ന്. ഭയങ്കര സന്തോഷ ആനയ്ക്ക്. കൃത്യസമയത്ത് തന്നെയാണ് പറയുന്നത്. ഇതിലും വലിയൊരു ദാനം വേറെയുണ്ടോ? ഭാരത സർക്കാരിന് വേണ്ടി രാജധാനി എക്സ്പ്രസ് ആനേക്ക സംഭാവന. ഇത്രയും വലിയൊരു സാധനം ഞങ്ങൾ സംഭാവന ചെയ്തിരിക്കുകയാണ്. അപ്പം നിന്നെപ്പോലെ എടുത്തു കൂട്ടി വയ്ക്കുന്ന വർഗമല്ല ഞങ്ങളെല്ലാം പങ്കുവെക്കുന്ന സംസ്കാരമുള്ളവരാണെന്ന്. ഉറുമ്പിന് വലിയ വിഷമം തോന്നി. ഉറുമ്പ് പറഞ്ഞു, ഇത്രയൊക്കെ വലിയ ആളാണെന്ന് വെറുതെയല്ല നിൻ്റെ ശരീരം എത്ര വലുതായത്. വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നവർ വലിയ വലിയ ആളുകളായിട്ട് വരുന്നു. ആനയെ ഉറുമ്പ് നമസ്കരിച്ചു എന്നാണ് കഥ. ഏതായാലും അപ്രകാരം നമ്മുടെ മനസ്സിനെ വിശാലമാക്കാൻ ഇതാ ഈ ഒരു കാര്യം നമുക്ക് പറഞ്ഞു തന്നിട്ട് പറഞ്ഞു. അതുകൊണ്ട് സത്യം പുഷ്പഫലം വിദ്യാൽ ആത്മവൃക്ഷസ്യ ഗീയതേ വൃക്ഷേ ജീവതന്നസ്യാൽ അനൃതം മൂലമാത്മനാം. അതുകൊണ്ട് ഈ ശരീരം നമ്മളുണ്ടല്ലോ, ഈ ശരീരമാകുന്ന വൃക്ഷത്തിൻ്റെ സത്യം എന്ന് പറയുന്നത് നാം ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെയാണ്. ആ സത്യം നമ്മൾ തെറ്റിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ നാളത്തെ സമൂഹം പോലും വഴിതെറ്റും. അതുകൊണ്ട് എൻ്റെ മഹാബലി, നീ മുഴുവൻ ദാനം ചെയ്യരുതെന്ന്. ഇതൊക്കെ ആരെ പറഞ്ഞു കൊടുക്കുകയാണ്? മഹാബലിയെ പറഞ്ഞു പഠിച്ചു കൊടുക്കുകയാണ് ശുക്രാചാര്യർ. എന്നിട്ട് അവസാനം ഒരു കാര്യം കൂടി പറഞ്ഞു, ഞാൻ നിന്നോട് ഒരു കാര്യം ഓർമ്മിപ്പിക്കാം. നീ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞുവെങ്കിലും ചിലവരോടൊക്കെ നുണ പറഞ്ഞു വെച്ചിട്ട് തെറ്റില്ല എന്നാണ്. അത് നുണ തെറ്റാവില്ല എന്ന്. അപ്പം ആരോടൊക്കെ നുണ പറയാം? സ്ത്രീഷു നർമ്മ വിവാഹേ വൃത്യർത്ഥേ പ്രാണസങ്കടേ ഗോ ബ്രാഹ്മണാർത്ഥേ ഹിംസായം നാനൃതം സ്യാൽ ജുഗുപ്സിതം. ചിലവരോടൊക്കെ നമുക്ക് നുണ പറഞ്ഞു എന്ന് വെച്ചിട്ട് തെറ്റില്ല എന്നാണ്. ആരോടൊക്കെ നുണ പറയാം? നുണ പറയണമെന്നല്ലേ പറഞ്ഞത്? നുണ പറഞ്ഞു എന്ന് വെച്ചിട്ട് തെറ്റില്ല എന്ന്. ആരോടൊക്കെയാണ്? സ്ത്രീഷു. ഇന്ന് നേരെ വിപരീത. ഭർത്താവിന് ബാങ്കിലാ ജോലി. ഇപ്പം ആസാമിലേക്ക് ട്രാൻസ്ഫർ കിട്ടി. കല്യാണം കഴിഞ്ഞൊരു 2 വർഷമായിട്ടുള്ളൂ. അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് പെട്ടിയും കുട്ടിയൊക്കെ ആയിട്ട്, കുട്ടിയില്ല ഒക്കെ ആയിട്ട് പാക്ക് ചെയ്യുന്ന സമയത്ത്, പുറപ്പെടുന്ന സമയത്ത് ഭാര്യ പറഞ്ഞു, ഒരു സന്തോഷ വർത്തമാനം ഉണ്ടെന്ന്. അപ്പം എന്താണെന്ന് വെച്ചാൽ സന്തോഷ വർത്തമാനം, ആസാമിൽ നമ്മൾ 3 പേരുണ്ടാവും. ഭർത്താവിന് വളരെ സന്തോഷമായി. തൻ്റെ ഭാര്യ ഗർഭിണിയാണെന്നുള്ള സന്തോഷം കൊണ്ട് അപ്പോഴേക്കും ഗുരുവായൂരപ്പന് പല വഴിപാടുകൾ, എറണാകുളത്തപ്പന് വഴിപാടുകൾ, എല്ലാവർക്കും വഴിപാടുകൾ. സന്തോഷം കണ്ടപ്പോൾ ഭാര്യ ചോദിച്ചു, എന്താ ഇത്രയധികം സന്തോഷം എന്ന്? നീ എന്താ ഇത് മുമ്പ് പറയാതിരുന്നത് എന്ന്? എന്താ മുമ്പ് പറയാൻ? ഇന്നലെ അമ്മ പറഞ്ഞത് കൂടെ വരുന്നുണ്ട് എന്ന്. കഴിഞ്ഞു. അതോടുകൂടി സന്തോഷം. ഇതാണ് ഇന്നിപ്പോൾ ചിലരോടൊക്കെ നുണ പറയാന്നുള്ളത്. അപ്പം സ്ത്രീഷു നർമ്മവിവാഹേ, ആ വിവാഹത്തിൻ്റെ കാര്യത്തിൽ നുണ പറയേണ്ടതെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അല്ലെങ്കിൽ പിന്നെ ബ്രോക്കർമാരുടെ ആവശ്യമില്ലല്ലോ. ബ്രോക്കർമാർക്ക് അതിനല്ലേ ജോലിയുള്ളത്. എത്ര പെണ്ണുങ്ങളെ പറ്റിക്കുന്നത്? പയ്യൻ്റെ ചുറ്റുപാട് നല്ലതാണെന്ന് ബ്രോക്കർ പറഞ്ഞു കൊടുത്താൽ പെണ്ണിൻ്റെ വീട്ടുകാരോട് നല്ല ചുറ്റുപാടാണെന്ന്. അന്വേഷിച്ച് ചെന്നപ്പോഴല്ലേ മനസ്സിലായത് ചുറ്റുപാട് തന്നെ നല്ലതുള്ളൂ, പയ്യൻ്റെ കാര്യമൊക്കെ കഷ്ടമാണ്. അപ്പോൾ ചോദിച്ചു, എന്താ നിങ്ങൾ ഈ പറഞ്ഞത്? പെണ്ണിൻ്റെ അച്ഛൻ ചോദിച്ചു, എന്താ നിങ്ങൾ ചുറ്റുപാട് നല്ലതെന്ന്? പിന്നെ അവൻ്റെ ചുറ്റുപാട് ശരിയില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? മുന്നിൽ സിൻഡിക്കേറ്റ് ബാങ്ക്, പിന്നിൽ LIC ഓഫീസ്, ഇവരൊക്കെ നല്ല സമ്പത്ത് കൊണ്ട് ഉയർന്ന ആൾക്കാരാണ്. അപ്പോൾ ചുറ്റുപാട് മോശമാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. അവൻ്റെ ചുറ്റുപാട് ശരി തന്നെയാണ്. പെട്ടില്ലേ? അന്വേഷിച്ചുകൊണ്ട് നന്നായി. ഇതുപോലെ വേറൊരു തമാശ കിട്ടുന്നുണ്ട്. ബ്രോക്കർ പറഞ്ഞു കൊടുത്താണ്, പയ്യൻ്റെ ജോലി എന്താണെന്ന് വെച്ചാൽ പത്രത്തിൽ ജോലി നോക്കുകയാണ്. കേട്ട് കഴിഞ്ഞാൽ എന്താ മനസ്സിലാവുക? ഏതോ ന്യൂസ് പേപ്പറിൽ അവൻ ജോലി ചെയ്യാന്ന്. അവൻ്റെ ജോലി എന്താണെന്ന് വെച്ചാൽ വല്ല ജോലിയും കിട്ടുമോ എന്ന് പത്രത്തിൽ നോക്കല ജോലി. ബ്രോക്കർ അതന്നെയാണ് പറഞ്ഞത്, പത്രത്തിൽ ജോലി നോക്കുകയെന്ന്. ഇങ്ങനെയൊക്കെ ഇതിനെ മിസ്യൂസ് ചെയ്യുന്നത്. അതൊക്കെ ശുക്രാചാര്യരുടെ സ്വഭാവം ഉണ്ടല്ലോ, പറഞ്ഞു കൊടുത്തത് പലരും ഉപയോഗപ്പെടുത്തുന്നുണ്ട്.
നർമ്മവിവാഹേ വൃത്യർത്ഥേ, ഒരു കാര്യം നടക്കാൻ വേണ്ടിയിട്ട് കളവ് പറയാന്നൊക്കെ ഉണ്ട്. അതൊക്കെ ആൾക്കാർ നല്ലോണം ഉപയോഗിക്കുന്നുണ്ടല്ലോ. എന്തെല്ലാം തരത്തിലാണ് വൃത്യർത്ഥേ? ഇനി കാണാം നമുക്ക് ഓരോ സീസണിൽ. പണ്ട് കൂടുതലായിരുന്നു, ഇപ്പോൾ കുറവാണ്. ആന്ധ്രാപ്രദേശിൽ വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞിട്ട് പേപ്പറായിട്ട് വരും ചിലർ. ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ അവർ പറയും കർണാടകയിലും വെള്ളപ്പൊക്കം എന്ന്. കർണാടകയിലാണെങ്കിൽ ഒരിക്കലും വെള്ളപ്പൊക്കം ഉണ്ടാവില്ല, ഒക്കെ ഉയർന്ന പ്രദേശങ്ങളാണ്. അങ്ങനെയൊക്കെ കളവ് പറഞ്ഞുകൊണ്ട് പ്രാണസങ്കടേ ഗോ ബ്രാഹ്മണഹിതാർത്ഥേ, ഗോക്കളെയും ബ്രാഹ്മണരെയും ഒക്കെ ബ്രാഹ്മണാർത്ഥേ ഹിംസായം നാദതം സ്യൽ ജുഗുപ്സിതം. ചിലയിടത്തൊന്നും കളവ് പറഞ്ഞു എന്ന് വെച്ചിട്ട് തെറ്റില്ല. അതുകൊണ്ട് മഹാബലി, നീ പറഞ്ഞതിൽ, തരാമെന്ന് പറഞ്ഞതിൽ നിനക്ക് വേണമെങ്കിൽ മാറ്റം വരുത്താം, അങ്ങനെ മുഴുവൻ കൊടുക്കണ്ട ആവശ്യമില്ലെന്ന് മഹാബലിയെ പറഞ്ഞു ബോധിപ്പിച്ചു. ആര്? ശുക്രാചാര്യൻ. അപ്പം ഇത് കേട്ടപ്പോൾ മഹാബലി ശുക്രാചാര്യോട് പറയാണ്, തൻ്റെ സമ്പത്ത് അപഹരിക്കാൻ വന്ന മഹാവിഷ്ണു സർവ്വ ഐശ്വര്യങ്ങളും അപഹരിക്കും എന്ന് ബോധ്യപ്പെട്ടിട്ടും മഹാബലി നേരത്തെ പറഞ്ഞു, എന്തു വേണമെങ്കിലും ചോദിച്ചോളൂ, ഞാൻ തരാമെന്ന്. അപ്പം തീർച്ചയായിട്ടും വാമനൻ ചോദിച്ചത് കൊടുക്കാൻ ആര് ബാധ്യസ്ഥനാണ്? മഹാബലി. പറയാണ്, നാഹം പിബേമി നിരയാൽ നദാ അധാന്യാല സുകാർണവൽ നസ്ഥാനച്ചവനാൽ മൃത്യുര്യത പ്രലംബനാൽ. എൻ്റെ ഗുരു, ഞാനുണ്ടല്ലോ ഒരാൾക്ക് കൊടുക്കാമെന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പങ്കുവെക്കാം എന്നുള്ളൊരു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഒരിക്കലും അതിൽ നിന്ന് മാറുകയില്ല. ഞാനുണ്ടല്ലോ നരകത്തിൽ പോവാൻ പോലും പേടിക്കാത്തവനാണ്. എനിക്ക് നരകത്തെ പേടിയില്ല. ഇനി ഈ കുട്ടി എന്നെ ശപിച്ചോട്ടെ, എനിക്ക് പേടിയില്ല. പക്ഷേ ഞാൻ വാക്കുകൾ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തിരിക്കുന്നു. അങ്ങനെ പറഞ്ഞ് ഏവം അശ്രദ്ധിതം ശിഷ്യം അനാദേശകരം ഗുരും ശശാപദൈവ പ്രഹിതാം സത്യസന്ധം മനസ്സിനം. അപ്രകാരം പറഞ്ഞതും ഗുരുവിന് ഭയങ്കര ദേഷ്യം വന്നു. അവിടെ വെച്ച് ശശാപ, ശപിച്ചു കളഞ്ഞു. എന്താ പറയുന്നത്? ദൃഢം പണ്ഡിതമാന്യജ്ഞ സ്തബ്ധോൻ ശബ്ദോസ്യസ്മതുപേക്ഷയാം മച്ചാസനാധിഗതോ യസ്തം അജിരാൽ ഭ്രശ്യതേ ശ്രിയാം. എൻ്റെ വാക്കുകളെ ധിക്കരിച്ചുകൊണ്ട് നീ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു. ഗുരു പറയാണ്, ഞാൻ നിന്നെ ശപിക്കാൻ പോകുന്നു. എന്നിട്ട് അവിടെ ശപിക്കുകയാണ്. ശശാപ, ശപിച്ചു കളഞ്ഞു. ഇങ്ങനെ നീ വലിയ പണ്ഡിതനാണെന്ന് അഭിമാനിക്കുന്നുണ്ടല്ലോ, നിന്റെ എല്ലാ ശ്രേയസ്സുകളും ഐശ്വര്യവും നിനക്ക് നഷ്ടപ്പെടട്ടെ, നിന്റെ സ്ത്രീ നിനക്ക് നഷ്ടപ്പെടട്ടെ എന്ന് ശപിച്ചു കളഞ്ഞു. ഗുരു ശപിച്ചിട്ടും മഹാബലിക്ക് യാതൊരു മാറ്റവും വന്നില്ല. ആരാ ശപിച്ചിരിക്കുന്നത്? ശുക്രാചാര്യൻ. ഗുരുവിൻ്റെ ശാപം പിടിച്ചു പറ്റേണ്ടി വന്നു മഹാബലിക്ക്. നേരത്തെ അതേ ഗുരുവിൻ്റെ കൈകൊണ്ടാണ് മൃത്യുസഞ്ജീവനി കൊണ്ട് ജീവിതം കിട്ടിയത്. നേരത്തെ അനുഗ്രഹിച്ചു ഉയർത്തി, ഇപ്പോൾ ശപിച്ചു താഴ്ത്തി. ഒരേ ഗുരു തന്നെ. പക്ഷേ മഹാബലിക്ക് യാതൊരു കുലുക്കും ഉണ്ടായില്ല. അദ്ദേഹം പറഞ്ഞു, വിന്ധ്യാവലി ഇവിടെ വരൂ. അപ്പോഴേക്കും കയ്യിൽ വെള്ളമൊക്കെ ചോർന്നു പോയിട്ടുണ്ടാവണം. വിന്ധ്യാവലി എന്ന് പറയുന്ന ഭാര്യ വെള്ളമൊക്കെ കൊണ്ടുവന്ന് ഭഗവാന്റെ കയ്യിലേക്ക് സങ്കല്പം വെച്ചു കൊടുത്തു. ആ സങ്കല്പം സ്വീകരിച്ചതും പിന്നെ അങ്ങോട്ട് മാറി ഭഗവാൻ. പിന്നെ മഹാബലി കാണുന്നത് തൽവാമനം രൂപം അവർദ്ധതാത്ഭുതം ഹരേരനന്ദസ്യ ഗുണത്രയാത്മകം ഭൂകം ദിശോദ്യോർവിവരാപയോദയ തിര്യങ്ങൃദേവാം ഋഷയോ യഥാ സദാ. വാമനം രൂപം അവർദ്ധതാത്ഭുതം. ഭഗവാന്റെ രൂപം വർദ്ധിച്ചു 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 വന്ന് ഹരേരനന്ദസ്യ ഗുണത്രയാത്മകം ഭൂകം ദിശോദ്യോ വിവരാപയോദയ തിര്യങ്ങൃദേവാ ഋഷയോ യഥാ സദാ. ആ ശരീരം അങ്ങോട്ട് വലുതായി 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 മഹാബലിക്ക് കാണാൻ പറ്റാത്തത്ര വിസ്തൃതമായി. കായേ ബലിത്തസ്യ മഹാവിഭൂതേ സഹർത്തികാചാര്യ സദസ്യേദൽ ദദർശ വിശ്വം ത്രിഗുണം ഗുണാത്മകേ ഭൂതേന്ദ്രിയാത്താശയ ജീവയുക്തം. ഭഗവാന്റെ ശരീരം വർദ്ധിച്ച് പല ഭാഗങ്ങളിലേക്ക് നിറഞ്ഞപ്പോൾ മഹാബലി കാണുന്നു, ഒരു കാലുകൊണ്ട് ദിക്കുകളൊക്കെ അളന്നു കഴിഞ്ഞിരിക്കുന്നു. ഇതൊക്കെ കഥയുടെ രൂപത്തിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഓടാൻ പറ്റും ഒരാൾക്ക് കാലിൻ്റെ പിന്നാലെ? എത്ര അളന്നെടുക്കണം? രണ്ടാമത്തെ അടി കൊണ്ട് ഭൂമിയും സ്വർഗവും മറ്റൊക്കെ അളന്നു. രണ്ടാമത്തെ അടി അളക്കുമ്പോഴാണ് ബ്രഹ്മാവിന് ചെന്ന് തട്ട് കിട്ടിയത്. അപ്രകാരം ഇതെല്ലാം കഴിഞ്ഞ് മഹാബലി നോക്കുമ്പോൾ പദം ദ്വിതീയം ക്രമതസ്ത്രിവിഷ്ടവം നവൈ തൃതീയായ തദീയമണ്വപി ഒരു ക്രമസ്യാംഗൃവര്യതോ മഹർജനാഭ്യം
തമസപ്പരം കഥാ. 2 അടി കൊണ്ട് തന്നെ സർവസ്വവും ഭഗവാൻ അളന്നെടുത്തു കഴിഞ്ഞു. 3ാമത്തെ അടി വയ്ക്കാൻ എവിടെയും 1 ഇഞ്ച് സ്ഥലം പോലും ഇല്ല. ഭഗവാൻ ഉടനെ തന്നെ മഹാബലിയുടെ മുഖത്തേക്ക് നോക്കി. മഹാബലി, എവിടെ പോയി നിന്റെ 3ാമത്തെ അടിയെന്ന്? അപ്പോഴേക്കും അവിടെ അസുരന്മാർ ഓടി വന്നു. ചതിയൻ, വഞ്ചകൻ, ഇതാ മായാവേഷം കെട്ടിക്കൊണ്ട് പണ്ട് അമൃതം അപഹരിച്ചു, ഇപ്പം മായാവേഷം ധരിച്ച് കുട്ടിയുടെ രൂപം വന്നിട്ട് നമ്മുടെ സമ്പത്തും സമൃദ്ധിയും അപഹരിക്കാൻ വന്നിരിക്കണോ, എവിടെ, കൊല്ലു അവനെ എന്നൊക്കെ പറഞ്ഞ് അവർ ഓടി വന്നപ്പോൾ ഉടനെ തന്നെ മഹാബലി അവരെ തടുത്തുകൊണ്ട് പറഞ്ഞു, ഹേ വിപ്രചിത്തേ രാഹോ ഹേ നേമേ ശ്രൂയതം വജാം മാ യുദ്ധ്യത നിവർത്തദ്ദം നനക്കാലോയമർത്തകൾ. അസുരന്മാരെ അവരുടെയൊക്കെ പേര് വിളിച്ചു. ആരും യുദ്ധത്തിന് വരരുത്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ കാലം ഇപ്പോൾ നമുക്ക് അനുകൂലമല്ല. മറ്റൊന്ന് പറയുന്നത്, യപ്രഭു സർവഭൂതാനം സുഖദുഃഖോപപത്തയേ തം നാദിവർത്തിതും ദൈത്യ പൗരുഷീശ്വരപ്പുമൻ. നമ്മളെ പഠിപ്പിക്കുന്നത്, ശ്രദ്ധിക്കൂട്ടോ, പഠിപ്പിക്കുന്നത് തൻ്റെ സമ്പത്ത് മുഴുവൻ അപഹരിക്കപ്പെട്ടിട്ടും മഹാബലി തളർന്നില്ല എന്നാണ്. ഉണ്ടോ? ഭഗവാൻ കള്ളൻ്റെ വേഷം കെട്ടിക്കൊണ്ട് വന്ന് തൻ്റെ സമ്പത്ത് അപഹരിക്കുകയാണെന്ന് പൂർണ്ണമായി ബോധ്യപ്പെട്ടിട്ടും വേണമെങ്കിൽ ഭഗവാനോട് യുദ്ധം ചെയ്യാമായിരുന്നു. അസുരന്മാരോട് കൂടി ചേർന്ന് വഞ്ചനയാണ് ഭഗവാൻ ചെയ്തത്. ചെറിയ കാല് കാണിച്ചു കൊടുത്ത് സമ്പത്ത് മുഴുവൻ അപഹരിക്കുകയാണ് ചെയ്തത്. പക്ഷെ പറയുന്നത് കാലം നമുക്ക് അനുകൂലമല്ല. ഇവിടെയൊക്കെ നമ്മൾ പഠിക്കേണ്ട പാഠം എന്താണെന്നറിയോ? ലേൺ ടു ആക്സെപ്റ്റ് എന്നാണ്. എന്ത് ജീവിതത്തിൽ സംഭവിക്കുന്നു അതിനെ സ്വീകരിക്കാൻ പഠിക്കണം. നമ്മൾ പ്രതിഷേധിച്ചതുകൊണ്ടോ പരാതി പറഞ്ഞതുകൊണ്ടോ നമ്മളെ വീക്കാക്കുക എന്നല്ലാതെ, യു ആർ മേക്കിംഗ് യുവർ സെൽഫ് വീക്ക്. നിങ്ങളെ രോഗിയാക്കുക എന്നല്ലാതെ അതുകൊണ്ട് പ്രയോജനമില്ല. നിങ്ങൾ പ്രതിഷേധിച്ചാലും പരാതി പറഞ്ഞാലും നിങ്ങൾ ദുഃഖിച്ചിരുന്നാലും വരാൻ പോകുന്നതിനെ തടുക്കാൻ ഒരാൾക്കും സാധ്യമല്ല. ഇതൊക്കെ മഹാബലിയിൽ നമ്മൾ പഠിച്ചെടുക്കണം. ലേൺ ടു ആക്സെപ്റ്റ്. എന്ത് സംഭവിക്കുമ്പോഴും ഇതാണ് കാലത്തിൻ്റെ നിശ്ചയം, ഇതാണ് ഭഗവാന്റെ നിശ്ചയം, ഇത് ഭഗവാൻ എനിക്ക് ഇങ്ങനെ വേണമെന്ന് നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ സ്വീകരിക്കുമ്പോണ്ടല്ലോ, മനസ്സിൻ്റെ പ്രക്ഷുബ്ധത, മനസ്സിൻ്റെ അസ്വസ്ഥത, മനസ്സിൻ്റെ ടെൻഷൻ അതോടുകൂടി കുറഞ്ഞു. ആരാണോ കൂടുതൽ ദുഃഖിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ആരാണോ ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കാത്തത് അവരാണ് ദുഃഖിക്കുന്നത്. ഇതൊക്കെയാണ് നമുക്ക് ഭാഗവതം കഥകളുടെ രൂപത്തിലൂടെ പറഞ്ഞു തരുന്നത്. ചിലപ്പോൾ രോഗത്തിൻ്റെ രൂപത്തിലായിരിക്കാം. ഞാനിതൊക്കെ നിങ്ങളോട് ഇത്ര ധൈര്യമായിട്ട് പറയുന്നതുണ്ടല്ലോ. ഭാഗവതം കേട്ടിട്ട് പലരും മനസ്സ് മാറ്റിമറിച്ചിട്ട് അവരവരുടെ അനുഭവം പറയാറുണ്ട്. ഇന്നും എന്നോടൊരമ്മ ഒരു അനുഭവം പറയുകയാണ്. എൻ്റെ സിസ്റ്റർ മരിച്ചു സ്വാമി, ഗുരുവായൂരപ്പൻ്റെ പാദത്തിലേക്ക് ചേർന്നു. ഇത് പറയുമ്പോണ്ടല്ലോ, ആ കേൾക്കുന്ന നമുക്കും ഒരു സന്തോഷമാണത്. അത് കേൾക്കുമ്പോൾ ഒരു മനസ്സിന് ഒരു സുഖമുണ്ട് പറയാണ്. എന്നാൽ എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് കരയാനും പറ്റും നമുക്ക്. അപ്പോൾ നമ്മൾ ഉന്നതമായി ചിന്തിക്കാൻ പഠിക്കണം. എന്ത് സംഭവിക്കുന്നതിനെയും നമ്മൾ നല്ല രീതിയിൽ കണ്ടുകൊണ്ട് സ്വീകരിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിൻ്റെ പ്രതിഷേധം, മനസ്സിൻ്റെ പരാതി അത് കുറഞ്ഞു വരുന്നതാണ്. സോക്കാളുടെ നമ്മൾ ഭക്തന്മാരിൽ കാണുന്നൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, അവർ അമ്പലത്തിലൊക്കെ പോവും, അവർ പൂജിക്കും, പക്ഷെ എന്തെങ്കിലും പ്രതികൂലമായി സംഭവിച്ചാൽ അതേ ഭഗവാനോടുണ്ടല്ലോ കുറ്റവും കുറവും പറയും. ഇതാണോ ഭഗവാനെ ഇങ്ങനെ ചതി എന്നോട് ചെയ്തത്, ഇത്രയും കാലം പൂജിച്ചിട്ട് ഇതാണോ എനിക്ക് കിട്ടിയത് എന്ന് പറഞ്ഞ് അതേ വിഗ്രഹത്തെ മാറ്റിവെക്കുന്നവരുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഞാൻ കണ്ടിട്ടുണ്ട് പലരെയും. എന്നിട്ട് ദൈവത്തിനോട് പരാതി പറയുന്ന ആളുകളുണ്ട്. അതല്ല നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. നാം ഏത് അനുഭവത്തെയും ഉൾക്കൊള്ളാനുള്ള, സ്വീകരിക്കാനുള്ള, അതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സുള്ളവരായി തീർന്നാൽ ഒരു ബലിയെപ്പോലെ നമുക്ക് നമ്മുടെ മനസ്സിനെ ഉയർത്താൻ സാധിക്കും. കാലം എന്ത് നിശ്ചയിച്ചു വെച്ചു അതൊന്ന് മാറാൻ സാധ്യമല്ല. അത് നമ്മളെ സ്വീകരിച്ചേ പറ്റുള്ളൂ. എന്തുകൊണ്ട് നമ്മൾ സ്വീകരിക്കണം? കാരണം മഹാബലി പറയുന്നത് നോക്കൂ, വാസ്തവത്തിൽ ഈ സമ്പത്തും സമൃദ്ധിയും ഞാൻ വരുമ്പം കൊണ്ടുവന്നതല്ല. ഏതൊരു ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണോ എനിക്കിത് കിട്ടിയത്, ഏതൊരു ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണോ എനിക്ക് നിലനിർത്താൻ സാധിച്ചത്, ആ ഭഗവാൻ നിശ്ചയിച്ചിരിക്കുന്നു ഇത്രയും കാലം മതി, ഇത് എൻ്റെ കൈവശം, ഞാനല്ല തീരുമാനിച്ചത്. ഇപ്പം നമുക്കൊക്കെ ഉണ്ടല്ലോ, പലപ്പോഴും നമ്മൾ ആ ലിങ്കുകൾ വിടുകയാണ്. ഞാൻ വരുമ്പം കൊണ്ടുവന്നു. എന്താ കൊണ്ടുവന്നത്? എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? ഇനി ഇപ്പോൾ നിലനിർത്തുന്നത് നമ്മുടെ ബുദ്ധി കൊണ്ട് നിലനിർത്താൻ പറ്റുമോ? നിങ്ങൾക്ക് പറ്റുമോ? ഉള്ളിൽ ഭഗവാന്റെ ഒരു സാന്നിധ്യം വേണ്ടേ? അപ്പോൾ ഇതും ഭഗവാന്റെ സാന്നിധ്യം കൊണ്ടാണ് നിലനിർത്തുന്നതെങ്കിൽ ഇതിൻ്റെ എല്ലാം പരിപൂർണ ഉടമസ്ഥാവകാശം
ഓണർഷിപ്പ് ആരുടെയാണ്? ഭഗവാന്റെയാണ്. അങ്ങനെ പറഞ്ഞ് പരിശീലിക്കണം. അദ്ദേഹം തന്നു, അദ്ദേഹം നിലനിർത്തി, അദ്ദേഹം അതെടുക്കുമ്പോൾ ഞാനെന്തിന് പരാതികൾ പറയണം, ഞാനെന്തിന് ദുഃഖിക്കണം? ഇതൊക്കെ ഉണ്ടല്ലോ വലിയ കഴിവാണത്. ഒരമ്മ, അവരുടെ 2 മക്കൾ ട്വിൻസാണ്, കോളേജിൽ പോകുന്ന സമയത്ത് ബൈക്ക് ആക്സിഡൻറ്റിൽ മരിച്ചു കുട്ടികൾ. അച്ഛൻ വലിയൊരു ഉദ്യോഗസ്ഥനാണ്. അച്ഛനോട് ഫോൺ ചെയ്തിട്ട് പറയാണ് ഭർത്താവിനോട്, എത്രയും വേഗം അങ്ങ് ഹോസ്പിറ്റലിൽ പോകണം, മോർച്ചറിയിലെ കുട്ടി. അത് ആദ്യം തന്നെ പറയണത് ഇങ്ങനെയാണ്, ആരെങ്കിലും നമ്മളെ എന്തെങ്കിലും സാധനം ഏൽപ്പിക്കാൻ തന്നു കഴിഞ്ഞാൽ അവരത് തിരിച്ചു ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞു കൊടുക്കണം. കൊടുക്കുന്ന സമയത്ത് നമ്മൾ മടി കാണിക്കാൻ പാടൂ, വിഷമം കാണിക്കാൻ പാടില്ല. കാരണം അവരുടേതാണത്. എങ്കിൽ അങ്ങൊരു കാര്യം ചെയ്യൂ, ഹോസ്പിറ്റലിലേക്ക് പോകൂ. അവിടെ കുട്ടികളുടെ ശരീരം അവിടെ കിടക്കുന്നുണ്ട്. നീ എന്താ പറയുന്നത് എന്ന് ഷോക്കേറ്റ് പോലെ കിടന്നു അദ്ദേഹം. പിന്നെയാ പറയുന്നത്, ഭഗവാൻ തന്നു, ഭഗവാൻ നിലനിർത്തി, അതേ മനസ്സിൽ വെച്ചിട്ടുണ്ട്. ഇത്രയും കാലം മതി, അത് മതി, എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. കാരണം ഇത്രയും കാലം അദ്ദേഹം തന്ന സാധനത്തെ നോക്കാൻ പറ്റിയില്ലേ, അതായിരിക്കാം അദ്ദേഹത്തിൻ്റെ ഇച്ഛ. ഇങ്ങനെ നമ്മുടെ മനസ്സിനെ സംഭവിക്കുന്നതിൽ പ്രതിഷേധിക്കാതെ സംഭവിക്കുന്നതിനെ ഉൾക്കൊള്ളാൻ നമ്മൾ പഠിക്കുമ്പോൾ ഇതാണ് ആത്മീയത എന്ന് പറയുന്നത്. ഇതിനെയാണ് സ്പിരിച്വാലിറ്റി പറയുന്നത്. ഇതൊക്കെ നമ്മൾ മഹാബലി തുടങ്ങിയിട്ടുള്ള ആളുകളിൽ നിന്നും പഠിച്ച് മനസ്സിലാക്കാനാണ് ഈ കഥകളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് തന്നിരിക്കുന്നത് ഭഗവാനാണ്, അത് ഭഗവാൻ തന്നെ തിരിച്ചെടുത്തിരിക്കുന്നു. ഇനിയും നമുക്ക് കാലം അനുകൂലമാവും, വീണ്ടും പ്രതികൂലമാവും. ഇതിലൊന്നും ദുഃഖിച്ചിട്ട് കാര്യമില്ല. ഈവൻ ദിസ് വിൽ പാസ് അവേ, ഇതും കുറച്ച് കഴിഞ്ഞാൽ പോവും എന്നൊക്കെ പറഞ്ഞവരെ മനസമാധാനം കൊടുത്തു. ഭഗവാനാണെങ്കിലോ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുക, കള്ളത്തരം മുഴുവൻ കാണിച്ചു. എന്നിട്ട് ഭഗവാൻ എന്ത് ചെയ്തത്രേ? തഥാ അതത്താക്ഷസതോ ജ്ഞാത്വാം വിരാട് പ്രഭുചികിത്സിതം ബലിം സൗത്യേകനിക്രതോ. ഉടനെ ഭഗവാൻ ഗരുഡനെ വരുത്തി ബബന്ത കെട്ടിയിട്ടു. എന്തുകൊണ്ട് കെട്ടിയിട്ടു? വരുണപാശം. ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു പാശമാണത്രേ വരുണപാശം, അതുകൊണ്ട് കെട്ടിയിട്ടു. എന്നിട്ട് മഹാബലിയോട് പറയണ, മഹാബലി വലിയ വർത്തമാനമൊന്നും പറയണ്ട, എനിക്ക് 3ാമത്തെ അടി എവിടെയാണെന്ന് പറഞ്ഞു തന്നാൽ മതി. മഹാബലി ഉണ്ടോ തോറ്റു കൊടുക്കണു. ഭഗവാന്റെ മുന്നിൽ കള്ളെന്ന് വിളിക്കാമായിരുന്നു, ചതിയെന്ന് വിളിക്കാമായിരുന്നു. ഇതൊക്കെ നോർമലി നമ്മൾ വിളിക്കുന്ന വാക്കുകളാണ്. എന്നാൽ ഭഗവാന്റെ മുന്നിൽ ശിരസ് കുനിക്കാതെ കൈകൊപ്പിക്കൊണ്ട് പറഞ്ഞു, ഭഗവാനെ കേട്ടോളൂ, അങ്ങേക്ക് 3ാമത്തെ അടി ഞാൻ തരണ്ടേ? യദുത്തമ ശ്ലോകഭവന്മമേരിതം വജോ വിലീകം സുരവര്യമന്യതേ കരോമിതം തന്ന ഭവൽ പ്രലംബനം പദം തൃതീയം കുരുശീഷ്ണിമേ നിജം പിപേമിനാഹം നിരയാൽ പതച്യുതോ നപാശബന്ധാൽ വ്യസനാൽ ദുരത്തിയാൽ നൈവാർത്തകൃത്സാൽ ഭവതോ വിനിഗ്രാൽ അസാധുവാദൽ വശമുത്തിജേയതാം യദുത്തമ ശ്ലോക ഭവന്മമേരിതം. ഈ പ്രപഞ്ചത്തിൽ ആദരണീയായി ബഹുമാന്യനായി ആരുണ്ടോ അതങ്ങ് തന്നെയാണ്. അങ്ങ് പറഞ്ഞ 3 അടിയുണ്ടല്ലോ എനിക്ക് തരാൻ. ഇനി എൻ്റെ കയ്യിലുള്ളത് പദം തൃതീയം കുരുശേഷ്ണിമേ നിജം. എവിടെ വെച്ചുകൊള്ളണം? എൻ്റെ ശിരസിൽ വെച്ചുകൊണ്ട് 3ാമത്തെ അടി അളന്നുകൊള്ളണം. ഭഗവാനെ, ഞാനുണ്ടല്ലോ അങ്ങയുടെ ശിക്ഷയെ പേടിക്കുന്നില്ല, നരകത്തെ പേടിക്കുന്നില്ല, അങ്ങയുടെ ബന്ധനത്തെ പേടിക്കുന്നില്ല. ഞാൻ പേടിക്കുന്നത് ഞാൻ പറഞ്ഞ വാക്കുകൾ പാലിക്കാൻ പറ്റാത്തതിൽ ഞാൻ പേടിക്കുന്നു. അതുകൊണ്ട് 3ാമത്തെ അടി എൻ്റെ ശിരസിൽ വെച്ചോളൂ എന്ന് പറഞ്ഞതും തേനാഹം നിഗ്രഹീതോസ്മി ഭവതാ ഭൂരികർമ്മണാം ബന്ധസ്സ വാരുണീ പാശൈ ന അതിവ്രീഡേ നജവ്യതേ. ഭഗവാൻ വരുണപാശം കൊണ്ട് കെട്ടിയിട്ടിട്ടും അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ന വ്യഥേ ന അതിവ്രീഡേ, തളർത്താനും സാധിച്ചില്ല, ദുഃഖിപ്പിക്കാനും സാധിച്ചില്ല. ഭാഗവതത്തിൽ ഈ വരികളൊക്കെ ശ്രദ്ധിക്കൂ. ഒരു ഭക്തൻ എന്ന് പറയുന്നത് ഭഗവാന്റെ വേദനിപ്പിക്കുന്ന പരീക്ഷണത്തിലും തളരുകയുമില്ല, ദുഃഖിക്കുകയുമില്ല. അപ്പം തളരാത്തവനും ദുഃഖിക്കാത്തവരെയാണ് ഭഗവാൻ യഥാർത്ഥ ഭക്തൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഗീതയിൽ ഭഗവാൻ പറയുന്നത്, അർജുന അശോച്യാനന്നശോജസ്തം പ്രജ്ഞാവാദം ച ഭാഷസേ ഗദാസൂനഗദാം സോംശ്ച നാനുശോചന്തി പണ്ഡിതാം പണ്ഡിത ന അനുശോചന്തി. പണ്ഡിതന്മാരൊരിക്കലും ദുഃഖിക്കുകയില്ല. അപ്പം യഥാർത്ഥ ഭക്തൻ പണ്ഡിതനാണ്. ആ പണ്ഡിതനൊരിക്കലും, ഭക്തനായിരിക്കുന്ന പണ്ഡിതനൊരിക്കലും
ദുഃഖിക്കുകയില്ല. കാരണം അവനെ സംബന്ധിച്ച് ഏത് പരീക്ഷണങ്ങളും ഭഗവാൻ അവന് കൊടുക്കുന്നത് അവനെ ഉയർത്താൻ വേണ്ടിയിട്ടാണ്. ഇപ്രകാരം തൻ്റെ മനസ്സ് ഭഗവാനിൽ തന്നെ ഉറപ്പിച്ചു വെച്ചുകൊണ്ട് ഭഗവാനോട് പറഞ്ഞു, ഞാൻ പതറുന്നില്ല എന്ന്. ഇത് കേട്ടപ്പോൾ വിന്ധ്യാവലി എന്ന് പറയുന്ന ഭാര്യ ഭഗവാനോട് പറയുന്നൊരു ശ്ലോകമുണ്ട്, വളരെ രസകരമാണ്. പറയാണ്, വിന്ധ്യാവലിരുവാചാം 22-ാമത്തെ അധ്യായത്തിൽ 20-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ക്രീഡാർത്ഥമാത്മനൈവം ഇതം ത്രിജകൽകൃതം തേ സാമ്യം തത്ര കുതിയോ പരൈശ കുര്യാ കർത്തൃപ്രബോധവ കിമസ്യതാവഹന്തി തത്തക്രിയാ തദവരോപിത കർത്തവാദാം ക്രീഡാർത്ഥമാത്മന ഇതം ത്രിജകൽകൃതം തേ. അങ്ങക്ക് ഈ ലോകം എന്നൊക്കെ പറയുന്നത് ഒരു ലീലയാണ്, ക്രീഡാർത്ഥം. സാമ്യം അവിടുന്ന് സ്വാമിയാണ്, അവിടുത്തെ സാന്നിധ്യത്തിലാണ് ഈ പ്രപഞ്ചം ഉണ്ടായി നിലനിന്ന് മറയുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ഉണർന്ന് സ്വപ്നം കണ്ട് ഉറങ്ങണമെങ്കിൽ ഈ ശരീരത്തിൽ ആരുടെ സാന്നിധ്യം വേണം? ഭഗവാന്റെ സാന്നിധ്യം വേണം. ആ ഭഗവാനെ സംബന്ധിച്ചൊരു ലീലയാണ്. രാവിലെ ഉണരുന്നു, പിന്നെയും ഉണർന്നു നിൽക്കുന്നു, പിന്നെ അസ്തമിക്കുന്നു. ഇപ്രകാരം അങ്ങായിരിക്കുന്ന സ്വാമിയാൽ ഇതെല്ലാം നിറഞ്ഞിരിക്കുന്നു. അവിടുന്നാണെങ്കിൽ ഇപ്പോൾ എല്ലാം അളന്നെടുത്തു 2 അടി കൊണ്ട്. എൻ്റെ ഭർത്താവ് ഒരു പൊട്ടനാണ് സ്വാമി. എന്താ പൊട്ടൻ? സ്വാമി അവിടുന്ന് 2 അടി കൊണ്ട് അളന്നെടുത്തപ്പോൾ, ഈ ഭൂമി അളന്നെടുത്തപ്പോൾ എൻ്റെ പൊട്ടനായ ഭർത്താവും ഈ ഭൂമി പെടില്ലേ? ഉണ്ടോ ഇല്ലയോ? എന്നിട്ടും അയാൾ പറയുന്നു, ഇനി എൻ്റെ തലയിൽ കാല് വെച്ചോളൂ എന്ന്. അപ്പം അയാൾ അതിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ അയാളുടെ തല അതിൽ പെടാണ്ടിരിക്കുമോ? ഇത് പണ്ട് ജിയോഗ്രഫി ക്ലാസ്സിൽ ടീച്ചർ ഒരു ചോദ്യം ചോദിച്ച പോലെയാണ്. ക്ലാസ്സിൽ വന്ന ടീച്ചർ കുട്ടികളുടെ IQ അറിയാൻ വേണ്ടി ചോദിച്ചു, കുട്ടികളെ ഭൂമിയുടെ ഭാരം എത്രയാണെന്ന്. വീട്ടിലുള്ളവരുടെ ഭാരം തന്നെ അറിയില്ല, അവനവൻ്റെ ഭാരം ഒട്ടും അറിയില്ല. എന്നിട്ടാണ് ഭൂമിയുടെ ഭാരം. കുട്ടികളെല്ലാം മേലോട്ട് നോക്കി. ടീച്ചർ ഓരോരുത്തരെയും വിളിച്ചു വെച്ചു, ഒരെണ്ണത്തിന് അറിയില്ല. ഇമ്പോസിഷൻ 108 പ്രാവശ്യം. എന്നാൽ ടീച്ചർ എഴുതൂ, ടീച്ചർ മറന്നുപോയി. എളുപ്പമല്ല ഫിഗർ ഓർത്ത് വയ്ക്കലേ. ടീച്ചർ പറഞ്ഞു. ഉടനെ തന്നെ ടീച്ചർ പ്ലേറ്റ് മാറ്റി. നാളെ നിങ്ങൾ കണ്ടുപിടിച്ച് കൊണ്ടുവന്നാൽ നിങ്ങൾക്കൊരു സമ്മാനം, അതല്ല നിങ്ങൾ കണ്ടുപിടിച്ച് വരാതിരുന്നാൽ ഞാൻ എഴുതി